പെഡഗോഗി ഓഫ് ദി ഒപ്രസ്ഡ് എന്ന പുസ്തകത്തിൽ വളരെ കാലികമായ ഒരു വിഷയമാണ് എഴുത്തുകാരൻ ചർച്ച ചെയ്യുന്നത്. അതായത് അടിച്ചമർത്തപ്പെട്ട ഒരു ജനസമൂഹത്തെ നിങ്ങൾക്ക് ഉയർത്തണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ടവർ ഒരിക്കലും സ്വയം ഉയർന്നു വരികയില്ല. വളരെ ബൗദ്ധികമായ നിലവാരത്തിലുള്ള വ്യക്തികൾക്ക് മാത്രമേ ഈ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ. ലോകചരിത്രം പഠിച്ചാൽ എഴുത്തുകാരൻ്റെ ഈ ആശയം വളരെയധികം സത്യമാണ്, വളരെ യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സഭാചരിത്രം പഠിക്കുമ്പോഴും നമുക്ക് ഈ വസ്തുത മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അന്തർക്ക് കാഴ്ചയും ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവന് സ്വാതന്ത്ര്യം നൽകുവാനുള്ള, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാനുള്ള യേശുനാഥൻ്റെ ദൗത്യം ഇന്ന് ഈ ലോകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നവർ ക്രൈസ്തവ സന്യാസിനി സമൂഹങ്ങളാണ്. താപസർ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് CSJB, അതായത് സെയിൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് എന്ന സന്യാസ സമൂഹത്തെയാണ്. ആ സന്യാസ സമൂഹത്തിൻ്റെ ഡെലിഗേറ്റ് ഹൗസിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. CSJB സന്യാസ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളോട് വിശദീകരിച്ചു തരുന്നതിന് വേണ്ടി ഇന്ന് നമ്മോടൊപ്പമുള്ളത് CSJB സഭാ സമൂഹത്തിൻ്റെ ജനറൽ കൗൺസിലർ, അതുപോലെ തന്നെ നമ്മുടെ സെമിനാരി റെക്ടറുമായ ബഹുമാനപ്പെട്ട ജോർജ് താഴത്തേലച്ചനാണ്. പല സന്യാസ സമൂഹങ്ങളും ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെ ആധ്യാത്മികത സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ സന്യാസ സമൂഹം സ്വീകരിച്ചിരിക്കുന്ന ഒരു പ്രവാചകൻ്റെ ആധ്യാത്മികതയാണ്. എന്തുകൊണ്ടാണ് അതൊരു സാധാരണ മറ്റ് സന്യാസ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ളൊരു കാഴ്ചപ്പാടാണ്? അത് സ്നാപയോഹന്നാൻ എന്ന ആ മഹാനായ പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനായിട്ടാണ് ഞങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ക്രിസ്തുനാഥൻ വളരുകയും നാം കുറയുകയും ചെയ്യണം. സ്നാപയോഹന്നാൻ പറയുന്നത് മാതിരി അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണമെന്നുള്ള ആ ഒരു ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിൽ ജീവിക്കാനായിട്ട്, സഭയിൽ വളരാനായിട്ട്, സഭയ്ക്ക് വേണ്ടി ജീവിക്കുവാനായിട്ടും വളരുവാനായിട്ടാണ് ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിലേക്ക് ഓരോ സന്യാസിയും അവൻ്റേതായിട്ടുള്ള ചൈതന്യം, അവൻ്റേതായിട്ടുള്ള ആ വ്യക്തിത്വമൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് യേശു ആഗ്രഹിക്കുന്ന രീതിയിൽ, ആ വിശുദ്ധൻ ആഗ്രഹിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ സ്നാപയോഹന്നാൻ്റെ ചൈതന്യത്തിൽ ജീവിക്കാനായിട്ടാണ് ഞങ്ങളെ ഓരോരുത്തരെയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുതന്നെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. ഏതൊരു സന്യാസ സമൂഹത്തിനും അവരുടേതായിട്ടുള്ള ഫൗണ്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ഫൗണ്ടറിൻ്റെ അതല്ലെങ്കിൽ വിശുദ്ധൻ്റെ ഒരു ചൈതന്യം ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഈ സ്നാപയോഹന്നാൻ്റെ ചൈതന്യം ആണ്. അത് ഞങ്ങളുടെ ഫൗണ്ടേഴ്സ് എത്രമാത്രം തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയോ അത് മറ്റുള്ളവരിലേക്കും പ്രാവർത്തികമാക്കുവാനായിട്ട് അദ്ദേഹം ഞങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അതനുസരിച്ചിട്ട് ജീവിക്കാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നു. അപ്പോൾ ഈ സ്നാപയോഹന്നാൻ്റെ ആധ്യാത്മികതയ്ക്ക് തീർച്ചയായും ഇന്ന് വളരെയധികം കാലിക പ്രസക്തിയുണ്ട്. കാരണം സ്നാപയോഹന്നാൻ പഠിപ്പിക്കുന്നത് അവൻ വളരുകയും ഞാൻ ചെറുതാകുകയും ചെയ്യണമെന്നാണ്. ഇന്ന് പലരും അവൻ ചെറുതായാലും ഞാൻ വളരണമെന്ന് വിചാരിക്കുന്ന രീതിയിലാണ് പല പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്നും തീർച്ചയായിട്ടും വളരെയധികം റിലവൻസ് ഉണ്ട് ഈ ഒരു ചിന്താഗതിക്ക് എന്നാണ് ഞങ്ങൾക്കൊക്കെ തോന്നുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഏതൊരു വ്യക്തിയും ആധ്യാത്മികമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ സാഹചര്യത്തിൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തകരൊക്കെ ചിന്തിക്കുന്ന മാതിരി അല്ല ഒരു ആധ്യാത്മിക വ്യക്തി അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക സമൂഹം ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കുക, അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള വ്യക്തി ചിന്തിക്കുക ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ചും അതുപോലുള്ള ദൈവിക കാര്യങ്ങളെക്കുറിച്ചുമാണ്. അപ്പോൾ ദൈവം ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. ഒന്നാമത്തെ സ്ഥാനം ദൈവത്തിനായിരിക്കണം. നമുക്ക് രണ്ടാമത്തെ സ്ഥാനം അല്ലെങ്കിൽ കുറഞ്ഞ സ്ഥാനമായിരിക്കണം. അതുതന്നെയാണ് സ്നാപയോഹന്നാനും പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അതുതന്നെയാണ്. അപ്പോൾ ആ ഒരു സ്നാപയോഹന്നാൻ ഉണ്ടായിരുന്ന ഒരു ലാളിത്യവും പ്രവാചക ദൗത്യവും ധീരതയും ഒക്കെ തന്നെയാണ് ഈ സന്യാസ സമൂഹവും കാത്തു സൂക്ഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അതിലേക്കാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുക. പ്രവാചകനായി ജീവിച്ച ആ വ്യക്തിയുടെ പ്രവാചക ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ടും അത് സമൂഹത്തിൽ പകർന്നു കൊടുക്കുവാനും ഓരോ വ്യക്തിയിലും ആ പ്രവാചകൻ്റെ ചൈതന്യം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുക. അത് ആദ്യമായി തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് ജീവിക്കാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുകയും
ദൈവത്തിൻ്റെ അനുഗ്രഹം യാചിക്കുകയും ഈ ചെയ്തു. സന്യാസ സമൂഹം രൂപമെടുക്കുന്നത് ഏത് രാജ്യത്താണ്? ഇറ്റലിയിലാണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഉടൽ എടുക്കുന്നത്. സ്ഥാപകൻ ഞങ്ങളുടെ സഭയുടെ ഒരു സ്ഥാപകയാണ്. ഇറ്റലിയിലെ ആദ്യത്തെ ഫീമെയിൽ സൈക്കാട്രിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അന്തോണിയത്ത കപ്പേള്ളി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 1959 ഞങ്ങളുടെ സഭയുടെ സ്ഥാപനം. അതിന് 1953 പറയുമ്പോഴത്തേക്കുള്ള യുദ്ധാനന്തര ഇറ്റലിയുടെ ആ ഒരു കാലഘട്ടത്തിലാണ്. അതെ. യുദ്ധത്തിന് ശേഷം നശിച്ച് കൊണ്ടിരിക്കുന്ന ആ ഒരു സമൂഹത്തിൽ പ്രത്യേകമായ സാഹചര്യത്തിൽ പുരോഹിതർക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് അവരുടെ ജീവിത പ്രവർത്തനങ്ങളെ എത്രമാത്രം ആധ്യാത്മികമായിട്ട് വളർത്തണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാനായിട്ടാണ് അന്ന് ഈ സഭ സ്ഥാപിച്ച് തുടങ്ങിയത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ സന്യാസ സമൂഹം രൂപമെടുക്കുന്ന കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒത്തിരി സമാനതകൾ കാണുവാനായിട്ട് സാധിക്കും. അന്ന് ഇറ്റലിയിൽ ഒരു യുദ്ധാനന്തര കാലഘട്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഇതേ അവസ്ഥ തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് തിരിയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ലോകം മുഴുവൻ ഒരു യുദ്ധത്തിൻ്റെ ഒരു അനുഭവമാണ്. ഇന്ത്യയിലാണെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിലും മറ്റുള്ള അറബി രാജ്യങ്ങളിലാണെങ്കിലും എന്നും ഒരു യുദ്ധത്തിൻ്റെ ഭീതിയിലാണ് മനുഷ്യർ ജീവിക്കുക. അപ്പോൾ യുദ്ധത്തിൻ്റെ ഭീതിയിൽ ജീവിക്കുമ്പോൾ അവിടെ ആധ്യാത്മികതയ്ക്ക് കുറവ് വരുന്നു. അവിടെ പല കാര്യങ്ങളിലും കുറവ് സംഭവിക്കുന്നു. അതിനെയൊക്കെ വളർത്തുവാനായിട്ട് സാമൂഹികമായിട്ടല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല. അവിടെ ആധ്യാത്മികതയിൽ വളരുന്ന അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ആധ്യാത്മികത അനുസരിച്ച് വളരുന്ന വ്യക്തികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ സന്യാസ സമൂഹങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ഞങ്ങളുടെ സമൂഹം അതിനുവേണ്ടിയിട്ട് ഉടലെടുത്തിട്ടുള്ളതാണ്. മറ്റൊരു കാര്യം സൂചിപ്പിച്ചുകൊള്ളട്ടെ, യുദ്ധാനന്തര കാലഘട്ടത്തിലാണ് ഈ ഒരു സന്യാസ സമൂഹം രൂപമെടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു യുദ്ധം എന്ന് പറയുന്നതിൽ പോലും നമുക്കൊരു ആധ്യാത്മികത നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ജീവിതത്തിൻ്റെ ഒരു നിസ്സാരത, ദൈവം വളരെ പ്രതീക്ഷയായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഈ ഭൂവിഭാഗത്തെ മനുഷ്യൻ്റെ ദുഷ്ടതയുടെ പേരിൽ ഒരു യുദ്ധഭൂമിയാക്കി, ഒരു ശ്മശാന ഭൂമിയാക്കി മാറ്റുന്ന ഒരവസ്ഥ, ഇതെല്ലാം നമുക്ക് ഇതുമായിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാൻ പറ്റും. യുദ്ധത്തിൽ ആധ്യാത്മികത ഉണ്ടെന്ന് പറയുന്നത് ഒരു വശം മാത്രമേ ശരിയുള്ളൂ. കാരണം യുദ്ധത്തിൽ ജനങ്ങൾ ചിന്തിക്കുക താൻ ജയിക്കണം, മറ്റുള്ളവർ തോൽക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അവിടെ ദൈവത്തിന് സ്ഥാനം കുറച്ചേ ഉള്ളൂ. പക്ഷേ സഭയിൽ അല്ലെങ്കിൽ ആഗോള സഭയെ പറ്റി ചിന്തിക്കുമ്പോഴാണെങ്കിലും സഭ ഒരിക്കലും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, മറിച്ച് ആധ്യാത്മികതയാണ് പ്രോത്സാഹിപ്പിക്കുക. അവിടെ മനുഷ്യൻ യുദ്ധത്തിൻ്റേതായിട്ടുള്ള രീതികൾ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വളരുവാനായിട്ടാണ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയും നമ്മെ സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ചിട്ട് നാം യുദ്ധത്തിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രം ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ ആ ആധ്യാത്മികത നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് യുദ്ധം എപ്പോഴും നെഗറ്റീവായിട്ടുള്ളൊരു ഐഡിയ ആയിട്ട് നാം കാണുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം യൂറോപ്പിൽ അന്ന് നിലനിന്നിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണല്ലോ ഈ സന്യാസ സമൂഹം രൂപമെടുക്കുന്നത്. യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലം മാത്രമല്ല, യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ അതിൻ്റെ ഒരു പോസ്റ്റ് കോൺസിക്വൻസ് സമൂഹത്തിൽ നിലനിന്നിരുന്നു. സാധാരണ സന്യാസങ്ങൾക്ക് രൂപം കൊടുക്കുന്ന പലപ്പോഴും വൈദിക സിസ്റ്റേഴ്സൊക്കെ ആയിരിക്കും. തികച്ചും അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു ലേ വുമൺ ഒരു കോൺഗ്രിഗേഷന് സ്ഥാപിക്കുക എന്ന് പറയുന്നത് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു. അതിൽ തീർച്ചയായിട്ടും ഒരു പ്രത്യേകതയുണ്ട് ഞങ്ങളുടെ സഭയിൽ. കാരണം ഒരു വൈദികനല്ലായിരുന്നു, തീർച്ചയായിട്ടും സന്യാസിനി ആയിരുന്നു. അതിന് ആദ്യ സിസ്റ്റേഴ്സിൻ്റെ സഭ സ്ഥാപിച്ചപ്പോൾ സന്യാസിനി അല്ലായിരുന്നു. അതിനുശേഷം വൗസൊക്കെ എടുത്ത് സന്യാസിനിയായി. അതിനുശേഷമാണ് ഞങ്ങളുടെ സഭ സ്ഥാപിച്ചത്. അത് അദ്ദേഹത്തിന് വൈദികരോടുള്ള ഒരു താല്പര്യം കൊണ്ടും അതുപോലെ സമൂഹത്തോടുള്ള താല്പര്യം കൊണ്ടും ദൈവം പ്രത്യേകമായിട്ട് ഇത്തരത്തിലുള്ളൊരു വിളി നൽകി എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തിലേക്ക് ഞങ്ങളുടെ ഫൗണ്ടേഴ്സ് ഇടപെടുവാനായിട്ട് പോയതെന്ന് തോന്നുന്നുണ്ട്. അൽമായർക്ക് സന്യാസ സമൂഹങ്ങളുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് പോകുവാൻ മാത്രമല്ല, വേണ്ടി വന്നാൽ ഒരു സന്യാസ സമൂഹം തന്നെ സ്ഥാപിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു തെളിവായിട്ട് കൂടി എടുക്കാമല്ലോ. തീർച്ചയായിട്ടും ഒരു വ്യക്തിക്കും സന്യാസ സമൂഹം സ്ഥാപിക്കുവാനായിട്ട് പാടില്ല എന്നില്ല. സഭയിൽ ആർക്ക് വേണമെങ്കിലും അത് സാധിക്കും. അത് എത്തരത്തിലുള്ളൊരു മനുഷ്യനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ആധ്യാത്മികത കൊണ്ട് പൂർണ്ണമാക്കുന്നതോ ആ പൂർണ്ണതയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ വ്യക്തിയും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക. അത് സഭ സ്ഥാപിച്ചുകൊണ്ടും
അച്ഛന്മാരുടെ സഭയായിട്ടാണെങ്കിലും അല്ലെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെ ആണെങ്കിലും ലയ സമൂഹങ്ങളുടെ ആണെങ്കിലും സാധിക്കും. അതിനൊരിക്കലും ഒരു എതിർപ്പ് ഒരു തടസ്സവുമില്ല. അത് ഏതൊരു വ്യക്തിക്കും സാധിക്കും. പക്ഷേ അതിന് പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം, ഒരു പ്രത്യേക ആധ്യാത്മികത വേണം. പ്രത്യേക ആധ്യാത്മികത എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രത്യേക ആധ്യാത്മികത എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാൻ ഞങ്ങളുടെ ഫൗണ്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വെറും ഒരു കൊച്ചുകുട്ടിയായിരുന്ന കാലം മുതൽ പോലും അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹവും ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള വരങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ദിവസവും മുൻപോട്ട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ മുൻപോട്ട് പോവുകയുമാണ് അദ്ദേഹം ചെയ്തത്. അങ്ങനെ ഒരു സൈക്കാട്രിസ്റ്റ് ആയിരുന്ന വ്യക്തി, ഒരു ഡോക്ടറായിരുന്ന വ്യക്തി ഇത്തരത്തിലുള്ളൊരു ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് ഇടപെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാൻ കാരണം അതൊരു അസാധാരണമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് എന്ന് പറയുന്നത്. അതായത് മനുഷ്യൻ്റെ മനസ്സ് വളരെയധികം പഠിക്കുകയും പക്ഷേ എന്നാൽ ഒരു മനഃശാസ്ത്രത്തിന് പോലും ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്ത ഒത്തിരി മേഖലകൾ ഇന്ന് മനുഷ്യനുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് തീർച്ചയായും ആ ഒരു ലേവുമൺ ഇതുപോലൊരു കോൺഗ്രേഷൻ സ്ഥാപിക്കാമെന്ന് തീരുമാനിക്കുന്നത്. അത് ഓരോ സമയത്തും അന്നിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് മനുഷ്യൻ ഇറങ്ങിച്ചെല്ലുകയാണ് ചെയ്യുന്നത്. അന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു വൈദികർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന വൈദികർ, വിശ്വാസം നഷ്ടപ്പെടുന്ന വൈദികർ, പൗരോഹിത്യം ഉപേക്ഷിച്ച് പോയിട്ടുള്ള വൈദികർ, അവരെയൊക്കെ പുനർജീവിപ്പിക്കുക, അവരെയൊക്കെ ദൈവത്തിൻ്റെ ഇടയ്ക്കിലേക്ക് കൂടുതൽ അടുപ്പിക്കുക, അങ്ങനെ വിശ്വാസം വർദ്ധിപ്പിക്കുക. ആ ചിന്താഗതി കൂടുതൽ ഉൾക്കൊണ്ടുകൊണ്ട് ആണ് അദ്ദേഹം ഇതിലേക്ക് മുദ്രിക സന്യാസ സഭ സ്ഥാപിക്കുക. ലോകത്ത് ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഇപ്പോൾ ഈ കോൺഗ്രിഗേഷൻസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ സഭ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറ്റലിയിലാണ് തുടക്കം. അതിനുശേഷം ബ്രസീലിൽ തുടങ്ങി, പിന്നെ ഫിലിപ്പീൻസിൽ, ഇന്ത്യയിൽ, ഇപ്പോൾ ആഫ്രിക്കയിൽ, അങ്ങനെ പല രാജ്യങ്ങളിലും പല സ്റ്റേറ്റുകളിലായിട്ട് സഭ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട ഒരു സേവന മേഖല, കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഏത് മേഖലയ്ക്കാണ്? ഞങ്ങളുടെ പ്രവർത്തനം കൂടുതലായിട്ട് രൂപതകളിൽ ഇടവക സേവനമാണ്. സന്യാസികളായിരുന്നുകൊണ്ട്, സമൂഹത്തിലായിരുന്നുകൊണ്ട് ഇടവകളിൽ സേവനം ചെയ്യുക. അതായത് ഒരു രൂപതയിൽ ആ രൂപതയുടെ തലവനായ ബിഷപ്പ് പറയുന്ന അനുസരിച്ചിട്ടുള്ള പാസ്റ്ററൽ മിനിസ്ട്രീസ്, അത് അതിൻ്റെ പൂർണ്ണതയിൽ പ്രവർത്തിക്കുക, ഇടവക വൈദികരോട് കൂടി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുക. അതാണ് ഞങ്ങളുടെ ചൈതന്യം. ഈ സേവനം അതിന് പ്രത്യേക രൂപതയിലേക്ക് മാത്രമായിട്ട് ചില കോൺഗ്രിഗേഷൻസ് അങ്ങനെയുണ്ട്, ആ രൂപതയിലായിരിക്കും അവരുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയില്ല. ഞങ്ങളുടെ സഭ ആഗോള സഭയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. അത് ഇന്ന രൂപതയിൽ നിന്നോ ഇന്ന റൈറ്റെന്നോ ഒന്നുമില്ല. ഏത് റൈറ്റിലാണെങ്കിലും ഏത് രൂപതയിലാണെങ്കിലും ആവശ്യമുള്ളവിടത്ത് ഞങ്ങൾ പ്രവർത്തിക്കും. അതിലേക്ക് ഞങ്ങളെ ആവശ്യമുള്ളവർ ഉള്ളിടത്ത് ഞങ്ങൾക്ക് സാധിക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ പ്രവർത്തിക്കും. ഒരു ക്രൈസ്തവ പുരോഹിതൻ്റെ ഒരു സേവനവും ആധ്യാത്മികതയും റീത്തുകൾക്കെല്ലാം അതീതമായി, രൂപതകൾക്ക് അതീതമായി ഏത് സംസ്ഥാനത്തും ഏത് രാജ്യത്തും കൊടുക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാണ്. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും എപ്പോഴും തീർച്ചയായും ക്രിസ്തുവിനും ഇഷ്ടപ്പെടുന്ന കാര്യമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അത് തന്നെയാണ് ഞങ്ങളുടെയും താല്പര്യവും ഞങ്ങളുടെ ആഗ്രഹവും. അങ്ങനെ ഒരു റീത്തിനും അതീതമായിട്ട്, അല്ലെങ്കിൽ ഒരു ഏരിയയ്ക്ക് അതീതമായ ഉള്ളിൽ മാത്രമല്ല, അതൊന്നും ക്രിസ്തു വിചാരിക്കുന്ന കാര്യമല്ല. തീർച്ചയായിട്ടും അല്ല. അതീതമായിട്ട് ജീവിക്കുക, അതാണ് ലോകത്തിലായിരിക്കുമ്പോഴും ആഗോള സഭയുടെ ഒരു കാഴ്ചപ്പാട് അത് തന്നെയാണ്. അപ്പോൾ എല്ലാ സഭാവിഭാഗങ്ങളും ആഗോള സഭയുടെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ച് വേണം അവരുടെ ഒരു പ്രവർത്തന പദ്ധതി എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട്. അതാണ് നിങ്ങളുടെ സന്യാസമൂഹം ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ രൂപതകൾക്കും സേവനമനുഷ്ഠിക്കുവാനായിട്ട് ഈ സന്യാസമൂഹത്തിലെ വൈദികർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ ഞങ്ങളുടെ സഭയിൽ ഇന്ത്യയിലെ 3 റീത്തിൽ നിന്നുള്ള വൈദികരുണ്ട്. സീറോ മലബാർ സഭയിൽ നിന്നുണ്ട്, ലാറ്റിൻ സഭയിൽ നിന്നുണ്ട്, അതുപോലെ സീറോ മലങ്കര വിഭാഗത്തിൽ നിന്നുണ്ട്. അതുകൊണ്ട് ഏത് സഭാ സമൂഹത്തിൽ അല്ലെങ്കിൽ രൂപതയിലാണെങ്കിലും വർക്ക് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അതിലേക്കാണ് ഞങ്ങൾ ഉദ്ദേശം വയ്ക്കുക.
സഭാസമൂഹം രൂപമെടുക്കുന്ന ഒരു സാഹചര്യം അച്ഛൻ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ ഈ എല്ലാ സന്യാസമൂഹങ്ങൾക്കും അവരുടേതായ രീതിയിലുള്ള ഒരു കാര്യസം, ഒരു സിദ്ധിയുണ്ട്. CSJB കോൺഗ്രിഗേഷൻ ഇതുപോലെ തന്നെ ഒരു കാര്യസം ഉണ്ടായിരിക്കുമല്ലോ, മറ്റു സന്യാസമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യസം. തീർച്ചയായിട്ടും എന്താണെന്നൊന്ന് വിശദീകരിക്കാം. കാര്യസത്തെ പറ്റി പറയുമ്പോൾ ഞങ്ങളുടെ സഭ ഞാൻ പറയുകയുണ്ടായി, ഉടലെടുത്തത് മെയിനായിട്ട് വിശുദ്ധരായിട്ട് വൈദികരെ ഉണ്ടാക്കുവാനും അതുപോലെ വൈദികരുടെ വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കുവാനുമായിട്ടാണ് ഉടലെടുത്തതെന്ന് പറയുകയുണ്ടായി. കാരണം ഞങ്ങളുടെ ഫൗണ്ടേഴ്സ് സമൂഹത്തിലുള്ള മറ്റു പല വ്യക്തികൾക്ക് വേണ്ടിയിട്ട് കോൺഫറൻസുകളും അതുപോലെ കൺവെൻഷൻസുകളൊക്കെ സംഘടിപ്പിക്കുകയും, അതായത് ആദ്യ ലോ ക്ലാസ്സിലുള്ള വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഉള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയുണ്ടായി. അതിനുശേഷം കാത്തലിക് ആക്ഷൻസ് എന്ന ആ ഒരു സംഘടന സ്ഥാപിച്ചു. അതിൽ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തെ കൂടുതലായിട്ട് വിശ്വാസത്തിൽ അകന്നു നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയുണ്ടായി. പിന്നീട് കോളേജുകളിലും അതുപോലെ യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിക്കുന്ന പ്രൊഫസർമാർക്ക് വേണ്ടിയിട്ട് കോൺഫറൻസുകൾ സംഘടിപ്പിക്കുകയുണ്ടായി, അതുപോലെ ബുദ്ധിജീവികൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് വൈദികർ ഇങ്ങനെയുള്ള വിശ്വാസത്തിൽ നഷ്ടം സംഭവിച്ചിട്ടുള്ള വൈദികർ, പൗരോഹിത്യം ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള വൈദികരുണ്ട്. അപ്പോൾ അവരെയൊക്കെ രക്ഷിക്കുവാനായിട്ട് ഉള്ള ഒരു ഭയങ്കര ഒരു ആധ്യാത്മികത അത് ദൈവം പ്രേരിപ്പിച്ചു കൊടുത്തതാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് സ്ത്രീകൾക്ക് സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു സഭ സ്ഥാപിക്കുവാനായിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും അതുപോലെ മാർപ്പാപ്പമാരുടെ അനുഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങളുടെ സഭ സ്ഥാപിച്ചത്. അപ്പോൾ വൈദികർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവരുടെ ആധ്യാത്മികതയെ വളർത്തുക, അവരുടെ വിശുദ്ധി വളർത്തുക, വിശുദ്ധിയിൽ വളരുവാനായിട്ട് സഹായിക്കുക, അതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഒരു ചൈതന്യം എന്ന് വേണമെങ്കിൽ. ഇപ്പോൾ വിശുദ്ധിയിൽ വളരുന്ന വ്യക്തികൾക്ക് മാത്രമേ ഒരു സമൂഹത്തെ വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധ്യമാകൂ. അത് തീർച്ചയാണല്ലോ. വിശുദ്ധി ഇല്ലാത്ത അല്ലെങ്കിൽ നമുക്കില്ലാത്തത് നമുക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധി കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ വിശുദ്ധിയിൽ, പൗരോഹിത്യത്തിൻ്റെ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ടാണ് ഓരോ സന്യാസിയും അല്ലെങ്കിൽ ഓരോ പുരോഹിതനും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അച്ഛൻ വേറൊരു കാര്യം സൂചിപ്പിച്ചായിരുന്നില്ല, ഫൗണ്ടേഴ്സ് ഇൻ്റലക്ച്വൽസിന് വേണ്ടിയിട്ട് പ്രത്യേക പ്രവർത്തനങ്ങളൊക്കെ നടത്തിയെന്ന് പറയുന്നത്. ഇന്ന് പലപ്പോഴും നമ്മുടെ ഈ കേരള സഭയിൽ കണ്ടുവരുന്നൊരു കാര്യം, പലപ്പോഴും ഒരു ഇൻ്റലക്ച്വൽ ക്ലാസ് സഭയുടെ പല പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ടാണ്. അവരെ സഭാപ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും കാര്യക്ഷമമായ രീതിയിലുള്ള പ്രവർത്തന പദ്ധതികളൊന്നും തന്നെ കാണുന്നില്ല. ഇതിൽ എന്തെങ്കിലും അത് കാലത്തിൻ്റെ ആവശ്യം എന്താണെന്ന് വിവേചിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയാണ് ഓരോ സമൂഹത്തിൻ്റെയും ആവശ്യം അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഉദ്ദേശ്യം. അത് ചെറിയ ചെറിയ സമൂഹങ്ങളാകാം, സഭയാകാം, മറ്റുള്ള സോഷ്യൽ ഓർഗനൈസേഷൻസ് ആകാം. അത് ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഈ മൂല്യശോധന സംഭവിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് കുറവ് സംഭവിക്കും. ഞങ്ങളുടെ ഫൗണ്ടേഴ്സിന് അന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ഉൾപ്രേരണ ഉണ്ടായതുകൊണ്ട് അദ്ദേഹം ഈ ഇൻ്റലക്ച്വൽസിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, മറ്റുള്ള വലിയ വലിയ സമൂഹത്തിൽ സ്ഥാനം വഹിക്കുന്നവർ, സമൂഹത്തെ നയിക്കുന്നവർ, അവരെയൊക്കെ വിളിച്ചുകൂട്ടി ഈ ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറയുകയും അതുപോലെ സാക്രമെൻറ്റ്സൊക്കെ സ്വീകരിക്കുവാനായിട്ട് അവരെ പലരെയും പ്രേരിപ്പിച്ചിട്ടുണ്ട്. വർഷങ്ങളോളമായിട്ട് കുമ്പസാരം പോലും ഇല്ലാതിരുന്ന വ്യക്തികൾ ഇദ്ദേഹത്തിൻ്റെ ഈ കോൺഫറൻസുകളൊക്കെ സ്വീകരിച്ചു കഴിയുമ്പോൾ കുമ്പസാരത്തിലേക്കും അതുപോലെ കുർബാനയിലേക്കും ജീവിതത്തിൽ തന്നെ ഒരു മാനസാന്തരം സംഭവിച്ചിട്ടുള്ള അനുഭവങ്ങൾ പലതുമുണ്ട്. ഈവൻ പാർമ യൂണിവേഴ്സിറ്റിയുടെ റെക്ടറായിരുന്ന അദ്ദേഹം പോലും പിന്നീട് വൈദികനായി തീരുകയും മഹാനായൊരു വ്യക്തിയായി തീരുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതൊരു കാലത്തിൻ്റെ ആവശ്യമായിട്ട് അദ്ദേഹത്തിന് കാലത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി നമ്മുടെ സഭാ സമൂഹത്തിലുള്ള ആ ഒരു ഇൻ്റലക്ച്വൽ ക്ലാസ് എന്നൊക്കെ നമ്മൾ പറയുന്നവരെ കൂടി എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ പങ്കെടുപ്പിക്കണം. എങ്കിൽ മാത്രമേ സഭയുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി നമുക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രത്യേകിച്ച് ഈ കാലത്തിൽ അത് സാധ്യമാവുകയുള്ളൂ. തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ സമൂഹത്തിൽ നമ്മൾ വിചാരിക്കും നല്ല ഷർട്ടും പാൻസും ഇട്ട് നടക്കുന്ന വ്യക്തികളൊക്കെ ദൈവത്തിൻ്റെ വ്യക്തികളാണ്, അല്ലെങ്കിൽ അവർക്കെല്ലാം വിശ്വാസമുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തികളെ കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു വളരെ നല്ലൊരു കാര്യമായിരിക്കും. 99-നേക്കാൾ ഒന്നിനാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സമീപനം ഉണ്ടാകണം. അതാണ് ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ടത്, ഓരോ സമൂഹത്തിനും ഉണ്ടാകേണ്ട കാര്യങ്ങൾ അതാണ്. പലപ്പോഴും മറ്റു പല പ്രായോഗിക ഡിഫിക്കൽട്ടീസ് ഉള്ളതുകൊണ്ട് അത് സാധിക്കുന്നില്ല എന്നുള്ളതൊരു വേറൊരു യാഥാർത്ഥ്യം കൂടിയാണ്. പക്ഷേ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ നിങ്ങളുടെ സഭാ സമൂഹത്തിന് എന്തെങ്കിലും സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ഹോസ്പിറ്റൽസ്, കോളേജസ് അങ്ങനെ എന്തെങ്കിലും? ഞങ്ങളുടെ സമൂഹം ഉടലെടുത്തത് ദൂരെയുള്ള വ്യക്തികളെ അടുപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. വിശ്വാസത്തിൽ
വിശ്വാസം കുറഞ്ഞ വ്യക്തികളെ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ വിശുദ്ധി കുറഞ്ഞവരെ വിശുദ്ധിയിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഫൗണ്ടേഴ്സ് ഞങ്ങളെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഞങ്ങളുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും തന്നെ ഉണ്ടാകില്ല. സ്കൂളായിട്ട്, ഹോസ്പിറ്റലായിട്ട്, മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നുമില്ല. ഞങ്ങളുടേതായിട്ടൊന്നും ഉണ്ടാകുകയില്ല. ഡൈസിഷൻ പാസ്റ്ററൽ മിനിസ്ട്രീസ് അതിൽ ഇൻവോൾവ് ചെയ്യുക, ഡയറക്റ്റായിട്ട് മിനിസ്ട്രീസ് നമ്മൾ പ്രവർത്തിക്കുക, അതാണ് ഞങ്ങളുടെ സമൂഹത്തിൻ്റെ. സ്ഥാപനങ്ങളുടെ എണ്ണം കുറഞ്ഞിരുന്നാൽ സ്ഥാപനവത്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയും കുറയും എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്തോറും ഈ ഡയറക്റ്റ് അപ്പോസ്റ്റലേറ്റ് നമുക്ക് നഷ്ടമാണ്. അപ്പോൾ നാം ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സണൽ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ജീവിത വിശുദ്ധി സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതിൽ അളവ് കുറയും. തീർച്ചയായിട്ടും സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ജീവിത വിശുദ്ധി ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് അടുക്കുവാനായിട്ടുള്ള സമയം കുറവ് മൂലം ഇത്തരത്തിലുള്ള ജീവിതശൈലിയിൽ മാറ്റം വരും. നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ ഒരു സുവിശേഷ പ്രഘോഷണത്തിൻ്റെ വേദികളായിരിക്കണം. തീർച്ചയായിട്ടും അത് സ്കൂളാണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും അവിടെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രഘോഷണം നടക്കുന്നില്ല എങ്കിൽ അതൊക്കെ അർത്ഥശൂന്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വൈദിക വിശുദ്ധിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്ത് വളരെയധികം ഒരു വിഷനോട് കൂടിയായിരുന്നു ഈ സഭാസ്ഥാപകയായ അന്തോണിയത്ത കപ്പേളി പല പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തത്. അന്തോണിയത്ത കപ്പേളിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കുറച്ചുകൂടി വിശദമായിട്ട് അച്ഛനൊന്ന് സംസാരിക്കണം. CSJV സമൂഹത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മുടെ അടുത്ത എപ്പിസോഡിൽ ഈ സഭാ സമൂഹത്തിൻ്റെ ഫൗണ്ടേഴ്സിനെ കുറിച്ചുള്ള അവരുടെ ആധ്യാത്മിക ചൈതന്യത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഈ സഭാ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കാവുന്നതാണ്.